ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ ഈ വരുന്ന പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് നമുക്ക് 35+ മാർക്ക് നമുക്കിവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ എന്നുള്ളത് എന്നാവാ. ഫസ്റ്റ് ദ ടോപ്പിക് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും മിസ് പറയാറുണ്ട് ടോപ്പിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരാം. ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്, ആധുനിക വൻകിട ഉൽപാദനത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതുപോലെ ക്വസ്റ്റ്യൻസ് 3 മാർക്കിനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഒന്നാമതായിട്ട് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം തൊഴിൽ വിഭജനം നമുക്ക് ജോലി സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ്. ദെൻ ഉൽപാദനം നിരവധി ചെറിയ കുഞ്ഞു ജോലികളായിട്ട് തരാം. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഒരു ഫേർണിച്ചർ ഉണ്ടാക്കുക, ഇപ്പൊ ഒരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരുന്നു, ആ ഒരാള് മരം സെലക്ട് ചെയ്യുന്നു, ചീകുന്നു അല്ലെ, ലാസ്റ്റ് ആ ഫൈനൽ പ്രൊഡക്റ്റ് ഒരു വ്യക്തി തന്നെ ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോന്നിനും അല്ലെ ഓരോരുത്തരുടെ സ്കില്ലുള്ള ആളുകളെയാണ് നിയോഗിക്കുന്നത്. ഇപ്പൊ വസ്ത്രനിർമ്മാണമാണെങ്കിലോ ഡിസൈൻ ചെയ്യാൻ ഒരാൾക്കാര്, ദെൻ അതിനെ അളവെടുക്കുന്ന വേറെ ആൾക്കാർ, അത് വിൽക്കുന്നത് വേറെ ആൾക്കാർ. ഓക്കെ, അങ്ങനെ പല പല സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇന്ന് തരം തിരിച്ചിട്ടുണ്ട്. രണ്ടാമത് മെക്കനൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ ആണ്. യന്ത്രവൽക്കരണവും ഓട്ടോമേഷൻ. ഇന്നത്തെ കാലത്ത് ഒരുപാട് നൂതന യന്ത്രങ്ങൾ അല്ലെ, ന്യൂ ടെക്നോളജികൾ വരവ്, അതുപോലെ റോബോട്ടുകളുടെ വരവ്, മെഷീൻസിന്റെ വരവ്, ഇതെല്ലാം കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ അല്ലെ ഉപയോഗം വളരെ നമുക്ക് കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ഷൻ ആണ്. ഇവിടെ ഒരു ഉൽപാദനം ഏകീകൃത മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ സവിശേഷതകളും പാലിച്ചുകൊണ്ട് വലിയ അളവിൽ സാധനങ്ങൾ നമുക്കിവിടെ ഉൽപാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, പക്ഷെ കുറച്ച് പണം കൊണ്ടൊന്നും നടക്കൂല. വലിയ മൂലധനം, നല്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള യന്ത്രങ്ങളാണെങ്കിലും റോബോട്ട്സ് ആണെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. യന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വലിയ നിക്ഷേപം ആവശ്യമാണ്. അപ്പൊ ഒരു ടോപ്പിക് പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ വേ ആൻഡ് മിസിസിപ്പി വാട്ടർ വേസ്. ഓക്കെ, അപ്പൊ വേൾഡ് ബേസ്ഡ് ആണ്. നമ്മുടെ ഇൻലാൻഡ് വാട്ടർ വേസുകളാണ് അല്ലെ, അതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് റെയിൻ ആണ് കേട്ടോ. റെയിൻ പറഞ്ഞാൽ മഴയായി പോയി. ഓക്കെ, റെയിൻ വാട്ടർ വേ ആണ് റെയിൻ. Okay, so one of the busiest inland transport route in Europe. അല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ഇൻലാൻഡ് അല്ലെ ഉൾനാടൻ ജലഗതാഗത മാർഗമാണ് റൈൻ വാട്ടർ വേ എന്ന് പറയുന്നത്. തന്നെ പ്രധാനമായിട്ടും ഏതൊക്കെ റീജിയൻസിലൂടെ, ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, നെതർലാൻഡ് അല്ലെ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യവസായ മേഖലയെ ഇത് നോർത്ത് സീയുമായിട്ടും ബന്ധിപ്പിക്കുന്നുണ്ട്. then കൂടുതലായിട്ടും ഈ ഒരു ജലഗതാഗതത്തിലൂടെ എന്തൊക്കെ ഐറ്റംസാ കൊണ്ടുപോകുന്നത്? കൽക്കരി, ഇരുമ്പ്, യന്ത്രങ്ങൾ പോലുള്ള ഭാരം കൂടിയ ചരക്കുകൾ കുറഞ്ഞ ചെലവിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന വാട്ടർ വേ ആണ് റൈൻ വാട്ടർ വേ. രണ്ടാമത് മിസിസിപ്പി വാട്ടർ വേ. ഇത് എവിടുന്നാണ്? ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻലാൻഡ് ഗതാഗത പാതയാണ്. ഇതിലൂടെ ഗോതമ്പ്, മൈസ്, സോയാബീൻ പോലുള്ള കൃഷി ഉൽപ്പന്നങ്ങളെ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വിപണികളിലോട്ട് എത്തിക്കാനും സഹായിക്കുന്ന ഒരു നദി ഗതാഗത മാർഗമാണ് മിസിസിപ്പി വാട്ടർ വേ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തൊരു ടോപ്പിക് ആണ് ഡിഫൈൻ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഡിഫൈൻ എയർ പൊല്യൂഷൻ ചോദിക്കാം. ദെൻ 2 മേജർ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ അല്ലെ, ജലമലിനീകരണം എന്താണ്? ജലമലിനീകരണം ഉണ്ടാകുവാനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ അല്ലെങ്കിൽ 3 കാരണങ്ങൾ എന്ത് ചെയ്യുക?
എഴുതി കൊടുക്കാം. എന്താണ് വാട്ടർ പൊല്യൂഷൻ? ഇത്രയേ ഉള്ളൂ. വാട്ടർ പൊല്യൂഷൻ ഈസ് ദ contamination of water bodies such as rivers, lakes, oceans and groundwater by harmful substances that make the water unfit for use. ഇവിടെ നദി, തടാകം, കടൽ, ഭൂഗർഭജലം തുടങ്ങിയ ജലാശയങ്ങളിൽ ഹാനികരമായ വസ്തുക്കൾ ചേർന്നിട്ട് ജലം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ ജലമലിനീകരണം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് റീസൺസുകൾ, ഒന്ന് എന്താണ്? ഒന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വ്യവസായശാലകളിൽ നിന്നുള്ള മലിനജലം അല്ലെങ്കിൽ രാസ വസ്തുക്കൾ അടങ്ങിയ ജലം ഒക്കെ ഇതുപോലെയുള്ള ജലാശയങ്ങളിലോട്ട് കടത്തിവിടുമ്പോ എന്ത് സംഭവിക്കും? ആ ഭാഗം ജലം മലിനമാകും. രണ്ടാമത്തെ ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ് ഗൃഹങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങള്. ഒന്നെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പോലെ ആ മാലിന്യമാകാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഈ പല മാലിന്യങ്ങളും വീടുകളിൽ ഉണ്ടാക്കും എന്താണെങ്കിലും അതും ഇതുപോലെ ജലാശയങ്ങളിലോട്ട് നികത്തിയ എന്ത് സംഭവിക്കും? ആ ഭാഗം മലിനമാകും. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? കൊടുക്കാം. അത് നാലാമത്തെ ഒരു ചോദ്യമാണ്, ടോപ്പിക് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. ജലഗതാഗതത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങളുണ്ടോ? ഉണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. ഒന്നെന്താണ്? ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഏറ്റവും കുറഞ്ഞ ചെലവുള്ള ഗതാഗത മാർഗമാണ് വാട്ടർ ട്രാൻസ്പോർട്ട് റിക്വയർഡ് ലെസ് ഫ്യൂൽ ആൻഡ് മെയിൻ്റെനൻസ് മേക്കിംഗ് ഇറ്റ് ദ മോസ്റ്റ് എക്കണോമിക്കൽ വേ ടു ക്യാരി ഗുഡ്സ്. ഇന്ധന ചെലവും പരിപാലന ചെലവും കുറവായതിനാൽ ഏറ്റവും സാമ്പത്തികമായിട്ടുള്ള ഒരു ഗതാഗത രീതിയാണ് ഏത്? നമ്മുടെ ജലഗതാഗതം വളരെ ഇന്ധന ചെലവ് കുറവാണ്, നമുക്ക് വൈബായിട്ട് പോകാം. ആൻഡ് ബെസ്റ്റ് ഫോർ ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്, ഭാരം കൂടിയ ചരക്കുകൾക്ക് അനുയോജ്യമാണ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കോൾ, അയൺ ഓർ പെട്രോളിയം ആൻഡ് മെഷീനറി. കൽക്കരി, ഇരുമ്പ്, പെട്രോളിയം, യന്ത്രങ്ങൾ എന്നിവ പോലുള്ള വൻതോതിലുള്ള ചരക്കുകൾ കൊണ്ടുപോകാൻ ഉത്തമം ഏത് ഗതാഗതമാണ്? ജലഗതാഗതമാണ്. ആൻഡ് എൻവിയോൺമെന്റൽ ഫ്രണ്ട്ലി പരിസ്ഥിതിക സൗഹൃദം. ഇപ്പൊ നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്നില്ല, വലിയ രീതിയിലുള്ള മലിനീകരണങ്ങൾ ഒന്നും ആശാന് ഉണ്ടാക്കുന്നില്ല. അത് സേഫ് ആൻഡ് റിലയബിൾ ആണ് സുരക്ഷിതമാണ്, സ്ഥിരമുള്ളതുമാണ്. ഗതാഗത ട്രാഫിക് ഒന്നും ഇല്ലാതെ വളരെ അപകട സാധ്യത കുറവായതിനാൽ ഇപ്പൊ ദൂര യാത്രകൾക്കൊക്കെ അനുയോജ്യമാണ്. പക്ഷെ ടൈം എടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ റോഡിലൂടെ കാറിൽ പോകുന്ന സ്പീഡ് നമുക്ക് എവിടെ കിട്ടൂല? ജലഗതാഗതത്തിന് സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ പ്ലെയിനും വ്യോമ ഗതാഗതവും ജലഗതാഗതവും എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എത്തൽ ആരായിരിക്കും? വ്യോമഗതാഗതമായിരിക്കാം, പ്ലെയിൻ ആയിരിക്കാം. പക്ഷെ ജലഗതാഗതം ദിവസങ്ങൾ എടുക്കും, സമയമെടുക്കും, പക്ഷെ അത്ര എക്സ്പെൻസ് ആവില്ല, ഇക്കോണമിക്കലി ഫ്രണ്ട്ലി ആണ്, നമുക്ക് നല്ല ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാൻ സാധിക്കും. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോപ്പിക് ശ്രദ്ധിക്കാം. ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനത്തിലെ സമീപനങ്ങൾ ഏതൊക്കെയാണ്? 4 അറിയാലോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം. ദ വെൽഫെയർ അപ്രോച്ച്, ക്ഷേമ സമീപനം. മിനിമം നീഡ്സ് അപ്രോച്ച്, അടിസ്ഥാനാവശ്യ സമീപനം. capability approach, കാര്യശേഷി സമീപനം. ഇത് 4 പഠിച്ചു വെക്കണം. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്, അറിയാലോ. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഐഡന്റിഫൈ 4 different types of rural settlement in India and explain any 3, 1, 2 in detail. അല്ലെ, 1 or 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എത്ര എണ്ണാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അത്ര എണ്ണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ, മുഴുവനായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അതിൽ 3 നമുക്ക് നോക്കാം. ഒന്ന് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ
കേന്ദ്രീകൃത അധിവാസ കേന്ദ്രങ്ങള്, സെമി ക്ലസ്റ്റേർഡ് അർദ്ധ കേന്ദ്രീകൃത അധിവാസ കേന്ദ്രങ്ങൾ, ഹാംലെറ്റ് അല്ലെ ഏതാനും വീടുകളുള്ള ചെറു ഗ്രാമങ്ങള്, ഡിസ്പ്രസ്ഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ. ഇപ്പൊ ക്ലസ്റ്റേർഡ് അറിയാലോ, കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കൃഷിയിടത്തിന് ചുറ്റും അല്ലെ, ആ കൃഷിയിടത്തിന്റെ ഷേപ്പ് എന്താണോ, ഒന്നെങ്കിൽ നീളത്തിലായിരിക്കാം, അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചതുരത്തിലായിരിക്കാം. ഓക്കെ, അപ്പൊ ആ കൃഷി സ്ഥലത്തിന്റെ ചുറ്റുഭാഗങ്ങളിലുമായിട്ടും അധിവാസ കേന്ദ്രങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പൊ അത്തരം അധിവാസ കേന്ദ്രങ്ങളെയാണ് നമ്മൾ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. സെമി ക്ലസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ആളുകളായിരിക്കാം. ഒന്നെങ്കിൽ റേസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഭാഗമായിട്ടോ എന്ത് റീസൺ ആവാം, ജാതിയുടെ കാരണമായിട്ടോ ആ ഗ്രാമങ്ങളിൽ നിന്നും അവര് ആ ഗ്രാമത്തിന്റെ പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത്തരം അധിവാസ കേന്ദ്രങ്ങളെയാണ് സെമി ക്ലസ്റ്റേർഡ് അല്ലെങ്കിൽ അർദ്ധ കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു. മറ്റൊന്ന് ഹാംലെറ്റഡ് അല്ലെങ്കിൽ ഏതാനും വീടുകളുള്ള ചെറു ഗ്രാമങ്ങളാണ് അല്ലെ. നമ്മൾ ഒരു ഗ്രാമത്തിൽ ഇപ്പൊ ട്രൈബൽസിന്റെ ഏരിയാസിലൊക്കെ ഒരു ഗ്രാമത്തിൽ തന്നെ പല കുലങ്ങളായിട്ട് താമസിക്കും അല്ലെ. ഒരു കുലത്തിന്റെ സെറ്റിൽമെന്റ് ആയിട്ട് 5 6 വീടുകൾ ഉണ്ടാകും. പക്ഷെ ഒരു ഗ്രാമത്തിലായിരിക്കാം വ്യത്യസ്ത കുലങ്ങളോ വർഗങ്ങളോ ആയിട്ട് താമസിക്കുന്നത്. അത്തരം ഗ്രാമങ്ങളാണ് ഹാംലെറ്റഡ്. ഒരു ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട വാസസ്ഥലങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ഫോർ എക്സാമ്പിൾ കേരളം എടുക്കാം. കേരളത്തിന്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളും അല്ലെ ഒറ്റപ്പെട്ടാവും ഉണ്ടാവുക. കാരണം അവയ്ക്ക് ചുറ്റും ഫാമുകൾ ഉണ്ടായിരിക്കും, കൃഷിസ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ തമിഴ്നാട് നോക്കുമ്പോൾ അവിടുത്തെ വീടുകളൊക്കെ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക അല്ലെ. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ യാത്ര ചെയ്തവർക്ക് മനസ്സിലാകും. അപ്പൊ ആ ഒരു ഒറ്റപ്പെട്ട ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിന്റെ മണ്ടയിലോ അല്ലെങ്കിൽ സമതലങ്ങളിലാണെങ്കിൽ തന്നെ വീടുകൾ വിട്ട് നിൽക്കുന്ന അത്തരം അധിവാസ കേന്ദ്രങ്ങളാണ് ഒറ്റപ്പെട്ട അധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തൊരു ടോപ്പിക് ആണ് ദ മെയിൻ ഫൈബർ ക്രോപ്സ് ഗ്രോവിംഗ് ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച്. ഇന്ത്യയിലെ 2 പ്രധാന നാരുവിളകൾ ഏതെല്ലാമാണ്, അത് കണ്ടെത്തി അതിനെക്കുറിച്ച് എഴുതാൻ പറയും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഒന്ന് കോട്ടൺ ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ ജൂട്ട് അല്ലെ, പരുത്തി അല്ല, ചണമാണ്. ഓക്കെ, then cotton is a tropical crop cultivated during Kharif season. Semi-arid areas are ideal for cotton cultivation. When India was partitioned, India and Pakistan, India lost much of the cotton growing areas in the country. അപ്പൊ ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഉഷ്ണമേഖലാ വിളയാണ് പരുത്തി. അപ്പൊ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് വലിയൊരു പരുത്തി നിലയം തന്നെ നഷ്ടമായിട്ടുണ്ട്. ദെൻ പരുത്തി കൃഷിയിലെ ഭൂരിഭാഗവും പാകിസ്ഥാന്റെ ഭാഗത്തോട്ട് ആകുന്നുണ്ട്. ദെൻ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. ദെൻ ഇന്ത്യയിൽ കൂടുതൽ ഭൂമിയും പരുത്തി കൃഷിയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2 തരത്തിലുള്ള പരുത്തികളാണ് ഉള്ളത്. ഒന്ന് അമേരിക്കൻ പരുത്തിയും മറ്റൊന്ന് ഇന്ത്യൻ പരുത്തിയുമാണ്. ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇന്ത്യൻ പരുത്തിക്ക് ഹ്രസ്വപ്രധാനമാണ്, അതേസമയം അമേരിക്കൻ പരുത്തി അല്ലെ നല്ല നീളമുള്ളതും ആണ്. ദെൻ വടക്കേ ഇന്ത്യയിൽ അമേരിക്കൻ പരുത്തിയെ നർമ്മ എന്നാണ് വിളിക്കുന്നത്. പരുത്തി പൂവിടുന്ന സമയത്ത് അല്ലെ നല്ല നീലാകാശം, തെളിഞ്ഞ ആകാശം അതിന് വ്യക്തമാണ്. മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് സോയിലൊക്കെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒരു ഫൈബർ ക്രോപ്പാണ് ജൂട്ട് അല്ലെങ്കിൽ ചണം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ചണം അറിയാലോ, ഇപ്പൊ നാടൻ തുണി, ബാഗ്, ചാക്ക് അല്ലെ. പണ്ട് ഈ ഉള്ളി കൊണ്ടുവരുന്ന ചാക്കൊക്കെ എന്തുകൊണ്ടുണ്ടാക്കുന്നതായിരിക്കും? ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചണം ചാക്കുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അത്തരം അല്ലെ നിർമ്മിക്കുവാൻ ഇത്തരം ചണം നാരുകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളില് ഇത് നാണ്യവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ,
എന്നാൽ ബംഗ്ലാദേശ് അല്ലെ രൂപീകൃതമായപ്പോൾ ഇന്ത്യക്ക് എന്തു നഷ്ടപ്പെട്ടു? വലിയ ഒരു പരുത്തി നിലയും കൂടെ നഷ്ടമായി. then നമ്മൾ ഇപ്പൊ ഇന്ത്യയില് ലോകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ലോകത്തില് 3 ഇന്ത്യയാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യന്റെ കേസിൽ 3% പശ്ചിമ ബംഗാളിലാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ദ 4 ഡിഫറെന്റ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ 4 വിവിധ ഘട്ടങ്ങൾ കണ്ടെത്തി എഴുതുക. അറിയാലോ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് എസ്സേ ടോപ്പിക് ആണ്. ഫേസ് 1 1901 മുതൽ 1921 വരെ. ഫേസ് 2 1921 മുതൽ 1951 വരെ. ഫേസ് 3 1951 മുതൽ 1981 വരെ. ലാസ്റ്റ് ഫേസ് 4 1981 മുതൽ 2001 വരെയാണ്. ഇത് ഓരോന്നും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. മാത്രമല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ്. ഓക്കെ, എന്തായാലും മക്കൾ എക്സാമിന് ഉണ്ടായിരിക്കും. ഡിസ്കസ് ദ വേരിയസ് ജിയോഗ്രഫിക്കൽ, ഇക്കോണമിക്കൽ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന വിവിധ ഭൂമിശാസ്ത്ര, സാമ്പത്തിക, സാമൂഹ്യ ശാസ്ത്ര ഘടകങ്ങൾ ചർച്ച ചെയ്യുക. ഇതിലെ മിക്കവാറും ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആവും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ ഒന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെ. വെള്ളം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയോ? ഇല്ല. കുടിക്കാനും കുളിക്കാനും അല്ലെ, പല ആവശ്യങ്ങൾക്കും വെള്ളം മനുഷ്യന് മാത്രമല്ല സസ്യജീവ ജന്തുജാലങ്ങൾക്കൊക്കെ വെള്ളം എന്താണ്? അനിവാര്യമാണ്. വെള്ളമുള്ള പ്രദേശത്തെ ജനസംഖ്യ ഉണ്ടാവുകയുള്ളൂ, ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. അടുത്തത് ലാൻഡ് ഫോംസ് ആണ്, ഭൂരൂപങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഭൂരൂപങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏതെങ്കിലും പർവ്വതത്തിന്റെ മണ്ടയില് അല്ലെങ്കിൽ നല്ല ചെരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ താമസിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടില്ല. കൂടുതലായിട്ടും വളരെ ചെറിയ ചെരിവുകൾ അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിലൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുക? വീട് വെക്കാനും താമസിക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥ. ഓക്കെ, കാലാവസ്ഥയും ഇതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നല്ല ഹെവി റെയിൻ, എപ്പോഴും മഴയുള്ള സ്ഥലം അല്ലെങ്കിൽ നല്ല ചൂടുള്ളത്, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ജനവാസം കുറവാണ്. ഒട്ടുമിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് എന്താണ്? വളരെ ചെറിയ ചൂടുള്ള, തണുപ്പുള്ള അല്ലെ, ചെറിയ മഴയുള്ള, മിതമായ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ജനസംഖ്യ വിതരണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. മറ്റൊന്ന് സോയിലാണ്, മണ്ണാണ്. മണ്ണ് എന്ന് പറയുമ്പോൾ കൃഷി ഇറക്കാൻ നല്ല ഫെർട്ടിലിറ്റി സോയിൽ അത്യാവശ്യമാണ്. എന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ വിത്ത് മുളയ്ക്കുള്ളൂ. കൃഷിക്ക് മാത്രമല്ല, ഒരു ചെടി നടാനാണെങ്കിലും അല്ലെ, ഒരു മരം നടാനാണെങ്കിലും, ഫ്രൂട്ട്സിന്റെ തൈ വെച്ച് പിടിപ്പിക്കാൻ എന്ത് വേണം? നല്ല മണ്ണ് വേണം അല്ലെ. ഈ അത്ര ഗുണമില്ലാത്ത മണ്ണാണെങ്കിൽ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല, ഡ്രൈ ആയിരിക്കും. അപ്പൊ അത്തരം പ്രദേശങ്ങളും അല്ലെ, സോയിലും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റത് ഇക്കോണമിക് ഫാക്ടേഴ്സ് ആണ്. സാമ്പത്തിക ഘടകങ്ങൾ നോക്കുമ്പോൾ ഒന്ന് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ. എന്താണ്? നല്ല ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഫാക്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രികളെ സ്വാധീനിക്കാറുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ വ്യവസായങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ചുറ്റുപാടുകൾ ആളുകൾ എന്ത് ചെയ്യും? അധിവാസ കേന്ദ്രങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. ഇപ്പൊ ബീഹാർ, മഹാരാഷ്ട്ര, അതേപോലെ ഗുജറാത്ത് പോലെ പ്രദേശങ്ങളിലൊക്കെ ജനസാന്ദ്രത കൂടിയ ഏരിയാസ് ആണ്. കാരണം അവിടെ ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട്. അതിന് ചുറ്റും കഴിയുന്ന ഒരുപാട് ഫാമിലീസ് നമുക്ക് അവിടെ
കാണാൻ പറ്റും. മറ്റൊന്ന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണല്ലേ. ഗതാഗത സൗകര്യങ്ങളുള്ള പ്രദേശങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാറുണ്ട്. അടുത്ത സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. സാമൂഹികപരമായും സാംസ്കാരികപരമായിട്ടും നല്ല അടുപ്പമുള്ള അല്ലെങ്കിൽ അത്തരം ഘടകങ്ങൾ അല്ലെ ഒരുപാട് കൾച്ചറലി ഇമ്പോർട്ടൻസ് ഉള്ള മതപരമായി പ്രാധാന്യമുള്ള പ്രദേശങ്ങളും ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അതും ജനസംഖ്യ മുദ്രണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠിച്ചു വെക്കാം. The last one is the 4 pillars of human development. എക്സാമിന് ഉണ്ടായിരിക്കും അല്ലെ. മാനവ വികസനത്തിൽ 4 തൂണുകൾ ഏതൊക്കെയാണ് അറിയാലോ? ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, എംപവർമെന്റ്. തുല്യത, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം. പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് 13.5+ മാർക്ക് നേടാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.